പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ഏപ്രിൽ മാസം 23 ലോക പുസ്തക ദിനമായി ആചരിച്ചു വരികയാണ്. 1995 മുതലാണ് യുനെസ്കോയുടെ തീരുമാനമനുസരിച്ച് ഇവർ ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. പുസ്തക വായനയ്ക്കും പ്രസാധനത്തിനും കോപ്പിറൈറ്റിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. സ്പെയിനിലെ ഒരു പുസ്തക കച്ചവടക്കാരനാണ് ലോക പുസ്തക ദിനം എന്നൊരാശയം ആദ്യമായി ലോകത്ത് അവതരിപ്പിച്ചത്. ഏപ്രിൽ മാസം 23 പ്രത്യേകത എന്ന് പറയുന്നത് മിഹൽ ഡി സെർവാൻഡസിൻ്റെയും വില്യം ഷേക്സ്പിയറിൻ്റെയും ഓർമ്മദിനം ആണ്. ആ ഓർമ്മദിനത്തിലാണ് യുനെസ്കോ വേൾഡ് ബുക്സ് ഡേ ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വായനയെ സംബന്ധിച്ചും പുസ്തകം വായിക്കാനുള്ളതാണ്. അതിലൂടെ ആ വായനയിലൂടെ നമ്മൾ ലഭിക്കുന്ന അറിവ്, വിജ്ഞാനം, അത് ആധുനിക സമൂഹത്തിൽ വായന എന്ന് പറയുന്നതും ഒരു വിപ്ലവ പ്രവർത്തനമാണ്. വെറുതെ പറയുകയല്ല. വായന എന്ന് പറയുന്നത്, എഴുത്തെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനമാണ്. നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അത് വിറ്റ് ലാഭമുണ്ടാക്കുന്ന ഒരു അറ്റൻഷൻ എക്കോണമി, അതാണല്ലോ പുസ്തകം എന്ന് പറഞ്ഞാൽ. ഒരാൾ എഴുതുന്ന പുസ്തകത്തിന്റെ ഉള്ളറകളിലേക്ക്, ഉള്ളടക്കത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുക, അങ്ങനെ ആ പുസ്തകം കൂടുതൽ കൂടുതൽ വിൽപ്പന നടത്തുക. അതാണ് പറഞ്ഞത് അറ്റൻഷൻ എക്കോണമി. ഒരു പുസ്തകമെടുത്ത് മണിക്കൂറുകൾ, ദിവസങ്ങൾ അതിൽ മുഴുകിയിരിക്കുക. അതുപോലെ ഒരു പുസ്തകം രചിക്കുന്നതിന് ദിവസങ്ങളും മാസങ്ങളും അതിൽ ആണ്ടിറങ്ങി ജീവിക്കുക എന്നത് ഒരു ഹോബി മാത്രമല്ല, വിപ്ലവകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ചിന്തയെ, സമയത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു സമരമാണ് ഈ എഴുത്ത്, വായന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എഴുത്തിനെയും വായനയെയും ഒരു വിപ്ലവ പ്രവർത്തനമെന്നും പറയുന്നത്. അറിവ് എന്നത് നമുക്കറിയും, പണ്ടേ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അക്ഷരം അഗ്നിയാണ്. അക്ഷരം ചേരുമ്പോഴാണ് വാക്കുകൾ ഉണ്ടാവുന്നത്. ആ വാക്കുകൾ ചേരുമ്പോഴാണ് വാക്യങ്ങൾ ഉണ്ടാവുന്നത്. ആ വാക്യങ്ങൾ തുടുത്തുവിടുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ആയുധങ്ങളെക്കാളേറെ ഏറ്റവും മൂർച്ചയുള്ളതാണ്. ഇതൊക്കെ എത്രയോ കാലമായി, എത്രയോ തലമുറകളായി നമ്മളിങ്ങനെ പറഞ്ഞു പോരുന്നതാണ്, പ്രചരിപ്പിച്ചു പോരുന്നതാണ്. അതുകൊണ്ട് വായന എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മാറ്റിവെക്കാനാവുന്നതല്ല. ആ വായന പരിപോഷിപ്പിക്കുന്നതിന്, വായന ഇനിയും മെച്ചപ്പെടുത്തുന്നതിന്, എല്ലാ തലമുറകളുടെയും ഇടയിൽ വായന പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും കൂടിയാണ് ഈ വേൾഡ് ബുക്ക് ഡേ ആചരിച്ചു വരുന്നത് എന്നതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ഈ പുസ്തക രചന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയായിരം പുസ്തകങ്ങൾ, എത്ര ലക്ഷം പുസ്തകങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പുസ്തകം എന്ന് പറഞ്ഞാൽ വാക്കല്ലേ. വാക്കെന്ന് പറഞ്ഞാൽ എന്താ? വാക്കിന്റെ മഹത്വം എന്താ? വാക്കിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അതിലില്ലാത്തതായി ഒന്നുമില്ല. ആദിയിൽ വചനമുണ്ടായി എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാക്ക് എന്നത് ദൈവമാകുന്നു എന്നാണ്. വാക്ക് ദൈവമാകുന്നു. ആദിയിൽ വചനമുണ്ടായി, പിന്നെയാണ് ഭൂമിയും ആകാശവും വായുവും ജലവും അഗ്നിയും ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് യഹോവ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 7ാമത്തെ ദിവസം ഞായറാഴ്ചയായി അവധി ദിവസമായി മാറുകയാണ്. അപ്പോൾ വാക്കെന്ന് പറഞ്ഞാൽ ദൈവമാണ്. ആ വാക്ക്, പണ്ടുകാലത്തെ വാക്കെന്ന് പറഞ്ഞാൽ വാമൊഴിയിൽ നിന്ന് ലഭിച്ചു പോകുന്നതാണ്. അച്ചടിയില്ലാത്ത കാലത്ത്, എഴുത്ത് കണ്ടുപിടിക്കാത്ത കാലത്ത് നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം
അതിന്റെ പൂർവ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും വാമൊഴികളാണ്. ആ വാമൊഴികളിലൂടെ വന്ന വാക്കുകൾ കുറെ കഴിയുമ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചതോടുകൂടി പേപ്പർ കണ്ടുപിടിക്കുന്നു, എഴുത്തും വായനയും കണ്ടുപിടിക്കുന്നു. അതോടുകൂടി അതിനൊരു പുതിയ രൂപം വരികയാണ്. അപ്പോ വാക്കെന്ന് പറഞ്ഞാൽ ദൈവമാണ്, അല്ലേ? അത് നമ്മൾ എന്താണ് മറക്കുന്നത്? എല്ലാവരും എല്ലാം വായിക്കുകയല്ലേ? നമ്മുടെ ഇന്ത്യയിൽ എത്രമാത്രം ഇതിഹാസങ്ങളുണ്ട്, എന്തെല്ലാം മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്. ലോക സാഹിത്യ രംഗത്ത് സാഹിത്യത്തിന് തന്നെ നോബൽ സമ്മാനം കൊടുക്കുകയാണ്. സാഹിത്യത്തിന് ഓരോ വർഷവും നോബലിന്റെ പേരിൽ എല്ലാ മേഖലയിലും സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. രസതന്ത്രത്തിന്റെ മേഖലയിൽ, ഊർജതന്ത്രത്തിന്റെ മേഖലയിൽ, ജീവശാസ്ത്രത്തിന്റെ മേഖലയിൽ, സാഹിത്യത്തിന്റെ മേഖലയിൽ എല്ലായിടത്തും നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ അവസ്ഥയോ? 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യയിൽ നോബൽ സമ്മാനം എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്? നോബൽ സമ്മാനം ഒരേ ഒരു പ്രാവശ്യമല്ലേ കിട്ടിയുള്ളൂ. അതാർക്കാ? അത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. ഗീതാഞ്ജലിക്ക് വയർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, അല്ലേ? നമ്മൾ പഠിക്കുന്നല്ലേ? വയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, നിർഭയമായ മനസ്സും ഉയർന്നിരിക്കുന്ന ശിരസും. അങ്ങനെയാണ്. വയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വയർ ദ നോളജ് ഈസ് ഫ്രീ. അറിവ് സ്വതന്ത്രമായിരിക്കണം. When the world has not been broken up into fragments by narrow domestic walls, സങ്കുചിതമായ വികാരങ്ങൾ കൊണ്ട് രാഷ്ട്രത്തെയും ജനങ്ങളെയും എന്താ അറയറകളായി വിഭജിക്കാതിരിക്കുക. ഇതെല്ലാം ഗീതാഞ്ജലിയിൽ രവീന്ദ്രനാഥ ടാഗോറിനല്ലേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ടാഗോർ കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഷയിൽ ആർക്കെങ്കിലും ഇന്നുവരെ ഒരു നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, എഴുത്ത്, അതുവരെ വായന, ഇതെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി നിലനിന്ന് പോരുന്നതല്ലേ. ഇന്നത്തെ തലമുറയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ വായനയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന സംസ്കാരമല്ലേ. എന്തെല്ലാം സംസ്കാരങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗവും സംസ്കാരത്തിന്റെ ഭാഗമല്ലേ. വസ്ത്രം വേണം എന്ന് പറഞ്ഞാൽ അത് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് അങ്ങനെ പറയുന്നേ. ആഹാരം, വസ്ത്രം, കിടപ്പാടം, ഇതാണ് ഒരു മനുഷ്യന് പ്രാഥമികമായി വേണ്ടുന്ന 3 കാര്യങ്ങൾ. ആഹാരം. പണ്ടത്തെ ആഹാരമാണോ ഇന്നത്തെ ആഹാരം? ഇന്ന് പഴങ്കഞ്ഞി കടകളുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. ഈ കുംഭമീന മാസം ചൂട് അതികഠിനമായി മാറിയതോടുകൂടി, പിന്നെ ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ഫാസ്റ്റ് ഫുഡ് പതിയൊന്ന് പിടിച്ചു നിൽക്കുകയാണ്. തട്ടുകടകളുടെ പ്രവർത്തനം ചുരുങ്ങിയിരിക്കുകയാണ്. പൊറോട്ട അടിച്ചുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. കുട്ടികൾക്ക് വേണ്ടുന്ന പുതിയ ഐറ്റംസ്, സാധനങ്ങൾ ഒന്നും ഉടനെ ഉണ്ടാക്കി ഇങ്ങനെ സൊമാറ്റോ വഴിയും അതുപോലെ ഏജൻസി വഴിയും കൊടുത്തയക്കാൻ പറ്റുന്നില്ല. അപ്പോ ആഹാരം തന്നെ മാറിയല്ല. പണ്ടത്തെ ആഹാരമല്ലല്ലോ ഇന്നത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ. ആഹാരം മാറി. ഫുഡ്, ഷെൽട്ടർ, കിടപ്പാടോ? അവിടെ തോന്നയ്ക്കൽ കുമാനാശാന്റെ പഴയ ഒരു വീടിരിപ്പുണ്ട് ഇപ്പോഴും. തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിന്റെ അകത്ത് മണ്ണ് പതച്ചു വെച്ച ഒരു കൈവരിയും അതിന്റെ അകത്തൊരു കൊച്ചുമുറിയും. പണ്ടത്തെ നമ്മുടെ വീടുകൾ അങ്ങനെയല്ലായിരുന്നു. മണ്ണ് പതച്ച്, മണ്ണ് കുഴച്ച് അതിങ്ങനെ പരുത്തി ചുവരുകൾ ഉണ്ടാക്കുന്നു. അതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി ചുവരിൽ അലമാര പോലെ, ഇന്നത്തെ അലമാര പോലെ ചെറിയ കോളങ്ങൾ ഉണ്ടാക്കും. കൂരയോ? കൂര എന്ന് പറഞ്ഞാൽ ഓലയുള്ളിടത്ത് ഓലയിടുന്നു, മറ്റുള്ളിടത്ത് കച്ചി വൈക്കോലിടുന്നു. ഈ മണ്ണ് തന്നെ പതിച്ചു വയ്ക്കാൻ ഇടമില്ലാത്ത പ്രദേശങ്ങളിൽ, വനം പ്രദേശങ്ങളിൽ, വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശങ്ങളിൽ കാറ്റത്തൊടിഞ്ഞു വീണ് കിടക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ കൊണ്ടുവന്ന് കുത്തി നിർത്തി അതിൽ കുറേ വിലങ്ങനെയും തിരശ്ചീനമായും കുറെ കയറുകൾ കെട്ടിയിട്ട് അതിന്റെ പുറത്ത് ഓലകൾ ചിക്കിയിടുകയാണ് പണ്ടത്തെ വീടുകൾ, ഷെൽട്ടർ. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ്, LDFന്റെ ഗവൺമെന്റ്
ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുത്തു. ലൈഫ് 5,06,000 വരുന്ന വീടിന്റെ പണി പൂർത്തിയായി. 6,80,000 വരുന്ന ആളുകൾ വീടിന്റെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതിൽ 5,00,000-ലേറെ പൂർത്തിയായി. ആ വീടിന്റെ അവസ്ഥ എന്താ? എല്ലാം ടെറസല്ലേ. ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ സാധാരണ കൊച്ചു കൊച്ചു യോഗങ്ങളിലൊക്കെ ആളുകളോട് കൂടിയില്ലേ? പണ്ടത്തേതുപോലെ വീടുണ്ടോ? ഓലമേഞ്ഞ വീട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പുല്ലുമേഞ്ഞ വീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മണ്ണ് പതച്ചു വെച്ച വീടുകൾ കാണാൻ കഴിയുന്നുണ്ടോ? ഇതിൽ നിന്നെല്ലാം മോചനമെന്ന നിലയ്ക്കാണ് ശങ്കർജിയുടെ ഹാബിറ്റേറ്റും കോസ്ഫോർഡും ഇങ്ങനെ പുതിയ പുതിയ ഏജൻസികൾ വന്ന് ജൈവ പശ്ചാത്തലം ഒരുക്കുന്ന വീടുകളെല്ലാം നിർമ്മിച്ചു തുടങ്ങിയത്. അപ്പൊ ആഹാരത്തിന്റെ രീതികൾ മാറി എന്ന് പറഞ്ഞാൽ സംസ്കാരം മാറി, കിടപ്പാടത്തിന്റെ രീതികൾ മാറി, പിന്നെയോ വസ്ത്രത്തിന്റെ രീതി മാറിയില്ലേ? പണ്ട് നമുക്ക് വസ്ത്രമേ ഇല്ലല്ലോ. 1800-കളിൽ മൈലാടിയിലാണ്, ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽ മൈലാടിയിലാണ് LMS-കാരൻ ക്രിസ്തീയ മതപ്രചാരണത്തിന് വേണ്ടി വന്നത്. CSI LMS അവരോട് വരുമ്പോൾ അവസ്ഥ എന്താ? നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കഥ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ അതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അവര് എന്താ, നല്ല വസ്ത്രമല്ലേ, നല്ല രീതിയിൽ വസ്ത്രമല്ലേ, ഫുൾ സ്ലീവ് ഷർട്ട് അല്ലേ, ടൈ, ഊട്ടിയിൽ ഈ ബട്ടണെല്ലാം കൂട്ടിയിട്ട് അല്ല ടൈ, നമ്മളെ പോലെ മുണ്ടും തോർത്തുമൊന്നുമില്ല, നല്ല പാൻസ്, പാദത്തിൽ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി സോക്സും ഷൂവും, അതാണ് വസ്ത്രം. ആ നന്നായി പാന്റും ഷർട്ടും ഫുൾ സ്ലീവ് ഷർട്ടുമായി വന്ന സായിപ്പന്മാർ മൈലാടിയിൽ വന്ന് ക്രിസ്തീയ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇവിടുത്തെ ആണിനും പെണ്ണിനും വസ്ത്രമില്ലായിരുന്നു. കുറെ കഴിയുമ്പോഴാണ് ചിലർക്കെങ്കിലും ഒറ്റ മുണ്ട് വരുന്നേ. അത് മുട്ടിന്റെ താഴെ പോവില്ല, മേളിലേ നിൽക്കൂ. രണ്ടാം മുണ്ട്, മേൽമുണ്ട് അപൂർവം ചിലര് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇന്നോ ആ വസ്ത്രരീതി മാറിയില്ലേ? കാലം കഴിഞ്ഞപ്പോ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ ആ വസ്ത്രരീതി മാറിയില്ലേ? പണ്ട് നമുക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടാവും? സ്കൂളിൽ പോകുന്ന ആളിന് ഒരു ജോഡി അത്രയേ ഉള്ളൂ. ആ നിക്കറിട്ട് തേഞ്ഞ് അതിന്റെ ഇഴകളെല്ലാം മാറി ഊടും പാവും തേഞ്ഞ് അവസാനം പുറത്തിറങ്ങാൻ വയ്യാത്ത പരിവാകുമ്പോഴാണ് പുതിയൊരു നിക്കറും ഷർട്ടും ഉണ്ടാവുന്നത്. അത് മൂത്തയാളുണ്ടെങ്കിൽ മൂത്തയാളിട്ട് തേഞ്ഞുപോയ ഷർട്ടും മുണ്ടും ഇളയാള് പക്കരയായി ഇട്ടുകൊണ്ട് നടക്കുകയാണ്. വേറെ വാങ്ങിക്കാൻ വേണ്ടുന്ന പണമൊന്നുമില്ല. ഇന്ന് നമ്മുടെ ഏത് ജില്ല എടുത്തു നോക്കിയാലും ഏത് പ്രദേശം എടുത്തു നോക്കിയാലും അനുസ്യൂത ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കച്ചവട കേന്ദ്രം എന്ന് പറഞ്ഞാൽ തുണിക്കടകളാണ്, ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് മാത്രമല്ലല്ലോ, എല്ലാം റെഡിമെയ്ഡ് അല്ലേ. തുണി ഐറ്റംസ് വേണ്ട, റെഡിമെയ്ഡ് സാധനങ്ങളാണ് ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നത്. ഒരു ഷർട്ട് തയ്പ്പിച്ചെടുക്കണമെങ്കിൽ 450-500 രൂപ കൊടുക്കണം. ഇപ്പൊ തന്നെ തെരുവോരങ്ങളിൽ ആളുകൾ ജീപ്പിലും വാനിലും വേഗനാറിലുമെല്ലാം 999 രൂപയ്ക്ക് 5 ഷർട്ട് കൊണ്ടിട്ട് വിൽക്കുന്നുണ്ട്. പാളയത്തുണ്ട്, പോണ വഴിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. നല്ല കോട്ടൺ വസ്ത്രങ്ങളാണ്. 999 രൂപയ്ക്ക് 5 ഷർട്ട്. അപ്പൊ അവിടെ എന്തിനാ തയ്യൽ കൂടി? 450-500 രൂപയ്ക്ക് തയ്യൽ കൂലി കൊടുത്ത് തയ്പ്പിക്കുന്ന നമ്മള് ഷർട്ട്, റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിക്കുകയല്ലേ. അപ്പൊ പണ്ടത്തെ വസ്ത്ര രീതി ഇപ്പൊ മാറിയില്ലേ? അപ്പൊ ആഹാരത്തിന്റെ രീതി മാറി, കിടപ്പാടത്തിന്റെ രീതി മാറി, വസ്ത്രത്തിന്റെ രീതി മാറി, ഭാഷയുടെ രീതി മാറി. നമ്മൾ എന്തെല്ലാം ഘടകങ്ങളാണോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഘടകങ്ങൾ ഓരോന്നായി കാലം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ വായന മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വായന അങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോഴും ചിലതൊന്നും ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇന്നിപ്പോ 2026 ഏപ്രിൽ മാസം 23, 26 വേൾഡ് ബുക്ക് ഡേ. അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ 100 വർഷമായി വായിക്കുന്ന പുസ്തകങ്ങളില്ലേ ഇവിടെ? നമ്മുടെയൊക്കെ തലമുറ 70+ എന്നോ 65+ എന്നോ ഒക്കെ പറയാൻ കഴിയുന്ന ഇന്നത്തെ
വയോജനങ്ങളും വന്ധ്യവയോജനങ്ങളും വായിച്ചു കൂട്ടിയതുപോലത്തെ ഒരു വായന ഇന്ന് ആളുകൾ വായിക്കുന്നുണ്ടോ? ഇതുപോലൊരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ട് പുതിയ തലമുറയിൽ ആളുകൾ വായിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല. ഒരു ലൈബ്രറി പ്രവർത്തകൻ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് പുസ്തകശാലകളിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് വലിയ വലിയ എഴുത്തുകാരും ചെറിയ ചെറിയ എഴുത്തുകാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആ വായനയുടെ ഇടയിൽ നമ്മുടെ മനസ്സിലെല്ലാം തങ്ങി നിൽക്കുന്ന ഈടുറ്റ എത്രയോ ഗ്രന്ഥങ്ങൾ, ഒരു പ്രിപ്പറേഷനും ഇല്ല ഞാൻ പ്രസംഗിക്കുക ഇപ്പോഴും. എത്രയോ ഗ്രന്ഥങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന അനുഗ്രഹീതനായ സാഹിത്യകാരന്റെ ലെസ് മിസറബിൾസ്, പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ വന്നിട്ട് 101 വർഷമായി. 1925 പാവങ്ങൾ നാലപ്പാട്ട് മേനോൻ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഹൈസ്കൂൾ തലത്തിലെങ്കിലും ഇംഗ്ലീഷിനും മലയാളത്തിലും പാവങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടില്ലേ? ആ തലമുറ മുഴുവൻ പാവങ്ങൾ എന്ന പുസ്തകം കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ പാവങ്ങളുടെ ജീൻ വാൾജീൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തെ മറന്നുകൊണ്ട് മലയാളികൾക്ക് ഇന്ന് ജീവിക്കാനാവൂ? ദാരിദ്ര്യം, പട്ടിണി, വിശപ്പകറ്റാൻ വേണ്ടി ഒരു പിടി ആഹാരം പോലുമില്ല, വീട്ടിലൊന്നുമില്ല. അങ്ങനെ എന്തെന്നില്ലാത്ത യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ജീൻ വാൾജീൻ എന്ന് പറയുന്ന ബാലൻ തെരുവിലെ ബേക്കറിയിൽ പോയി ഒരു റൊട്ടി കഷ്ണം മോഷ്ടിക്കുന്നത്. വിറ്റ് പണമാക്കാനല്ല, വിശപ്പകറ്റാൻ. നിർഭാഗ്യവശാൽ അയാളുടെ നിർഭാഗ്യത്തിന് അപ്പൊ തന്നെ കടക്കാരൻ വരുന്നു, കൈയോടെ പിടിക്കുന്നു, പോലീസിനെ ഏൽപ്പിക്കുന്നു. പോലീസ് കൊണ്ടുപോയി ജീൻ വാൾജിനെ ജൂവനൈൽ ഹോമിൽ അടയ്ക്കുന്നു. 18 വയസ്സായി, തുറന്നു വിടുകയാണ്. എവിടെ പോവും? എവിടെയാ പോണേ ഇനി? നല്ല തടിയൻ, 6-6.5 അടി പൊക്കമുണ്ടെന്നാ പറയുന്നത്. അങ്ങനെയാണ് വിവരണം. അതിനത്തെ കരുത്ത്, ശരീരം. അങ്ങനെയുള്ള ജീൻ വാൾജിൻ ജയിലിൽ നിന്നിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം, കുറച്ച് പൈസ സ്വരുക്കൂട്ടിയെടുക്കണം, എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കണം. എല്ലാവർക്കും ഉള്ള ആഗ്രഹം സ്വാഭാവികമായും ജീൻ വാൾജിനും ഉണ്ടായില്ലേ? ജീൻ വാൾജിനും അത് സ്വാഭാവികമായി ഉണ്ടായി. അടുത്ത വീട്ടിൽ കയറി. ഇയാള് നടന്ന് ചെല്ലുമ്പോ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നോക്കി, അമ്മോ ഇതാരപ്പാ വരുന്നേ, ഒരു തടിമാടൻ. തലയെല്ലാം കുനിച്ച് നട്ടലെല്ലാം വളച്ച് വിനയാന്വിതനായി ജീൻ വാൾജിൻ ചോദിച്ചു, എന്തെങ്കിലും ജോലി ഉണ്ടാവൂ? സ്ത്രീ നോക്കി, എന്ത് ജോലി ചെയ്യും? എല്ലാ ജോലിയും ചെയ്യും. അപ്പൊ ജോലി കൊടുക്കാവുന്ന ഒരു മട്ടിലായി. അങ്ങനെ ജോലി കൊടുക്കാവുന്ന മട്ടിലായപ്പോഴാണ് ആ അമ്മ ആ സ്ത്രീ ചോദിക്കുന്നത്, എവിടുന്നാ വരുന്നേ? കള്ളം പറയില്ല ജീൻ വാൾജിൻ. കള്ളം പറയാത്ത ജീൻ വാൾജിൻ പറയാ, ഞാൻ ജയിലിൽ നിന്ന് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ജോലി കിട്ടുമോ? പിന്നെ ജോലിയില്ല. ഇറങ്ങിപ്പോ, ഇവിടെ പണിയൊന്നുമില്ല. ജീൻ വാൾജിൻ നിരാശനായി ഇറങ്ങിപ്പോയി. അടുത്ത് കണ്ടൊരു വീട്ടിലേക്ക് കയറി. അവിടുത്തെ അനുഭവം ഇത് തന്നെ. എത്രയെല്ലാം വീടുകളിൽ കയറിയോ ആ വീടുകളിൽ നിന്നെല്ലാം നിരാശാജനകമായ അനുഭവമാണ് ജീൻ വാൾജിനുണ്ടായേ. അവസാനം നിരാശാഭരിതനായി ജീൻ വാൾജിൻ ഇങ്ങനെ റോഡേ നടക്കുമ്പോഴാണ് ആ റോഡിന്റെ വശത്ത് ഒരു മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരും ഇയാള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുത്തശ്ശി ജീൻ വാൾജിനെ ചോദിച്ചു, എന്താ മക്കളെ, നീ എവിടുന്ന് വരുന്നു? നിന്റെ പ്രശ്നം എന്താ? അപ്പൊ ജീൻ വാൾജി ഉള്ളതുപോലെ പറഞ്ഞു. റൊട്ടി മോട്ടിച്ചതും ജയിലിൽ കൊണ്ടുപോയതും ജയിലിൽ നിന്ന് വിട്ടതും ജോലിക്ക് വേണ്ടി അടുത്തുള്ള വീടുകളിൽ കയറിയതും ജയിലിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ആട്ടി ഓടിച്ചതും എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് അമ്മച്ചി പറഞ്ഞു, മക്കളെ നീ ആ വീട്ടിലേക്ക് പോകും. അത് തിരുമേനിയുടെ ബിഷപ്പിന്റെ വീടാണ്. ആ വീടിന്റെ വാതായനങ്ങൾ നിനക്കായി തുറന്നു കിടക്കുന്നു, അതൊരിക്കലും പൂട്ടാറില്ല. ജീൻ വാൾജിൻ അവിടേക്ക് പോയി.
അവിടെ ഒരു ജോലിക്കാരി തള്ളയുണ്ട്, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അവരെ ഈ വാർത്ത കേട്ടിരുന്നു. ഒരുത്തൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നും വീടുകളിൽ പോയി ജോലി തേടുന്നുവെന്നും ഒക്കെ അവര് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ അവര് തിരുമേനിയോട് പറഞ്ഞോണ്ടിരിക്കുക, തിരുമേനി ഒരുത്തൻ ഇങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, മിക്കവാറും ഇവിടെ വരുമെന്ന് തോന്നുന്നു. ഇനി തിരുമേനിയെ ചോദിച്ചാൽ എനക്കെന്താ, അയാൾ ഇവിടെയല്ലേ വരുന്നേ. ഇങ്ങനെ സംഭാഷണം ബിഷപ്പ് തിരുമേനിയും ആ ജോലി തള്ളയുമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജീൻ വാൾജി അവിടേക്ക് വന്നത്. കണ്ടപ്പോ തന്നെ തിരുമേനിക്ക് ബോധ്യമായി ഇത് തന്നെയാണ് ജീൻ വാൾജിൻ. വന്ന് കൈകൂപ്പി ജീൻ വാൾജിൻ തിരുമേനിയുടെ മുന്നിൽ നിന്നു. തിരുമേനി വേറെ ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. വരൂ സാർ, വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കണം. സാർ വരൂ, അകത്തേക്ക് കയറണം, ഇരിക്കണം. ഒരു കൊടും കള്ളനെ, 10-15 വർഷം ജയിലിൽ കഴിഞ്ഞിറങ്ങി വന്ന കൊടും കുറ്റവാളിയെ ആ അഭിവന്ദ്യനായ തിരുമേനി സംബോധന ചെയ്യാണ്, സാർ വരൂ, ഇരിക്കണം. അത് കേട്ടപ്പോ തന്നെ ജീൻ വാൾജിന്റെ മനസ്സങ്ങ് മാറി. ഓ, എന്നെയോ അദ്ദേഹം സാർ എന്ന് വിളിക്കുന്നേ? ജീൻ വാൾജി അറിയാതെ പോയി, എന്താ ഇത്, അങ്ങനെ സാറെന്ന് വിളിക്കുകയാണ്. തിരുമേനി പറഞ്ഞു, എന്റെ മുന്നിൽ അതൊന്നും വിഷയമല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ജീൻ വാൾജി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ജോലി വേണം, എനിക്ക് ജീവിക്കണം, എനിക്ക് ആഹാരം വേണം, കിടക്കാൻ ഇടം വേണം, എല്ലാം വേണം. അപ്പൊ തിരുമേനി പറഞ്ഞു, ഈ ബംഗ്ലാവ് നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്, നിനക്കെല്ലാം ഇവിടുന്ന് കിട്ടും. ജീൻ വാൾജിൻ അവിടെ കൂടി. ആ ജോലി തള്ളയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്ക്. അവരിങ്ങനെ തിരുമേനിയെ അപ്പോഴപ്പോഴായി സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടമാണ്, പിടിച്ചു മെട്ടത്തേക്ക് അടുത്തരുത്ത്, ആട്ടി ഓടിക്കണം, കള്ളനാണ്, ഓട്ടിക്കും. 4-6 ദിവസം കഴിഞ്ഞ്, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ജീൻ വാൾജിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ചിന്ത വന്നു. എന്താ ചിന്ത? എത്ര കാലം ഇങ്ങനെ ജീവിക്കും? നല്ലവനായ തിരുമേനിയുടെ ഈ ബംഗ്ലാവിൽ കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? ശരിയാണ്, കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ ജീവിക്കാമായിരുന്നു, ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. എങ്ങനെ പണം കിട്ടും? അപ്പോൾ കാണാം, അതാ കണ്ണാടി അലമാരയിൽ മെഴുകുതിരി സ്റ്റാൻഡുകൾ, വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകൾ. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കാൻ തിരുമേനി ഉപയോഗിക്കുന്ന വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകളും മറ്റു പാത്രങ്ങളും ആ കണ്ണാടിപ്പെട്ട് നിറയിരിക്കുകയാണ്. ആ മെഴുകുതിരി സ്റ്റാൻഡ് എടുത്ത് കൊണ്ടുപോയി വിറ്റാൽ സാമാന്യം മോശമല്ലാത്ത വില കിട്ടും. അതുമായി നാട് വിട്ടുപോയി എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. അപ്പോ ബോധമനസ്സ് പറഞ്ഞു, എടാ, അബദ്ധം ചിന്തിക്കല്ലേ, നല്ലവനായ തിരുമേനി നിന്നെ ഇവിടെ താമസിപ്പിച്ചു, നിനക്ക് വസ്ത്രം തരുന്നു, നിനക്ക് ആഹാരം തരുന്നു, നിനക്ക് കിടപ്പാടം കിട്ടുന്നു, അദ്ദേഹത്തിന്റെ മുതൽ മോഷ്ടിക്കരുത്, അത് പാപമാണ്. അപ്പോൾ ഉപബോധ മനസ്സ് പറഞ്ഞു, പിന്നെ എങ്ങനെ ജീവിക്കും? എടാ, മോഷ്ടിച്ചു കൊണ്ടുപോ, കുറെ പണം ഉണ്ടാക്ക്, ഇവിടുന്ന് രക്ഷപ്പെട്. അപ്പൊ ഒരു ഭാഗത്ത് ഉപബോധ മനസ്സ് ആ വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകൾ മോഷ്ടിക്കണം എന്നവനിൽ സമ്മർദ്ദം ചെലുത്തുന്നു. മറുവശത്ത് മോഷ്ടിക്കരുത്, തിരുമേനി നല്ലവനാണ്, നിനക്ക് അഭയം തന്നവനാണ്, മോഷ്ടിക്കരുത് എന്ന് ബോധമനസ്സ് അവനിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ രൂക്ഷമായ സംഘട്ടനം. ആ സംഘട്ടനത്തിൽ അവസാനം ഉപബോധ മനസ്സ് ജയിക്കുകയും ആ വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകൾ ജീൻ വാൾജി എടുത്തുകൊണ്ട് അവിടെ വിട്ടുപോവുകയും ചെയ്യുന്നു. ഇവിടെ കൊണ്ടു കൊടുക്കും, അടുത്തേണ്ട മാറ്റി, അല്ലെ മാധവൻ തമ്പിയുടെ പാത്രക്കട, അവിടെ കൊണ്ടു കൊടുത്തു. അവിടുത്തെ പാത്രക്കടയിൽ കയറിയപ്പോൾ തന്നെ അവിടുത്തെ ജീവനക്കാർ പറഞ്ഞു, അയ്യോ, ഇത് ബിഷപ്സ് ഹൗസിൻ്റെതല്ലേ, കള്ളൻ അവിടുന്ന് മോഷ്ടിച്ചിട്ട് വരികയാണല്ലേ. അപ്പൊ കട മുതലാളിക്ക് മനസ്സിലായോ മോഷ്ടിച്ചിട്ട് വരികയാണ്. അവൻ പറഞ്ഞേ, ഞാൻ മോഷ്ടിച്ചല്ല, തിരുമേനി എനിക്ക് തന്നതാണ്, എന്റെ കഷ്ടപ്പെട്ട ജീവിതം കണ്ട് മനസ്സലിഞ്ഞ് തിരുമേനി എനിക്ക് തന്നതാണ്, ഞാൻ മോഷ്ടിക്കതല്ല. ഇത് തിരുമേനി ആർക്കും കൊടുക്കുന്നില്ല, നീ അത് മോഷ്ടിച്ചതാണ്. ഉടനെ പോലീസിനെ വിളിക്കുന്നു.
ഉടൻ പോലീസ് കോൺസ്റ്റബിൾസ് വരുന്നു, 2-3 ആളുകൾ വരുന്നു. 2 ആള് ജീൻ വാൾജിന്റെ സൈഡിൽ നിന്ന് കൈയിട്ട് പിടിക്കുന്നു. ഒരാള് ഈ വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകളെടുത്ത് ആരവം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് ബിഷപ്പ് ഹൗസിലേക്ക് പോവുകയാണ്. ആ സന്ദർഭത്തിൽ ആ അടുക്കള പണിയെടുക്കുന്ന അമ്മ ബിഷപ്പിനോട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇയാളെ പിടിച്ച് വീട്ടിൽ കയറ്റില്ലെന്ന് കണ്ടില്ലേ, അവൻ കൊണ്ടുപോയല്ലോ, മെഴുകുതിരി സ്റ്റാൻഡ് കൊണ്ടുപോയല്ലോ. ഇങ്ങനെ സംവാദം നടക്കുന്ന സമരത്തിൽ ജീൻ വാൾജിനെ ആ പോലീസുകാരന്മാര് പിടിച്ച് ബിഷപ്പ് തിരുമേനിയുടെ മുന്നേ കൊണ്ട് നിർത്തി. തിരുമേനിക്ക് എല്ലാം മനസ്സിലായി. ആ നല്ലവനായ തിരുമേനി, വിശാല ഹൃദയനായ തിരുമേനി പോലീസുകാരനോട് ചോദിച്ചു, ഇവൻ പറഞ്ഞില്ലായിരുന്നു ഇത് ഞാൻ കൊടുത്തതാണെന്ന്, നിങ്ങൾ എന്തിനാ പിന്നെ പിടിച്ചേ? ഇല്ല തിരുമേനി, അവൻ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്കത് വിശ്വസിക്കാനായില്ല. ഇല്ലില്ല, ഞാൻ കൊടുത്തതാ, ഞാൻ അയാൾക്ക് കൊടുത്തയച്ചതാ, അല്ലാതെ അവൻ മോഷ്ടിച്ചതില്ല. നിങ്ങൾ പിടിവിട്, അയാളെ വിടൂ, വിട്ടിട്ട് നിങ്ങൾ വയ്ക്കോ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പോലീസുകാര് ജീൻ വാൾജിനെ വിടുതൽ ചെയ്യുന്നു, പോവുകയാണ്. ജീൻ വാൾജിൻ തല കുമ്പിട്ട് നട്ടെല്ല് വളച്ച് എന്തെന്നില്ലാത്ത വേദന നിർഭരമായ മനസ്സുമായി ജീൻ വാൾജിൻ തിരുമേനിയുടെ മുന്നേ നിൽക്കുകയാണ്. തിരുമേനി ജീൻ വാൾജിന്റെ മനസ്സ് നന്നായി വായിച്ചുകൊണ്ടിരിക്കുന്നു. ജീൻ വാൾജിനോട് തിരുമേനി ചോദിച്ചു, ഇതെടുത്തോളൂ നീ, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, എനിക്ക് അവകാശപ്പെട്ടതല്ല. നിനക്ക് അവകാശപ്പെട്ടത് കൊണ്ടാണ് നീ അത് ഇവിടുന്ന് എടുത്തത്, അതിലൊരു തെറ്റുമില്ല, നിനക്കത് കൊണ്ടുപോകാം. ഇത് പറഞ്ഞുകൊണ്ട് തിരുമേനി ആ വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകൾ ആർക്ക് കൊടുക്കുകയാണ്? ജീൻ വാൾജിന് കൈമാറും. വാങ്ങിക്കൂ, ഇത് നിന്റേതാണ്, നിനക്ക് അവകാശപ്പെട്ടതാണ്, നിനക്കിത് കൊണ്ടുപോകാം. വീണ്ടും തിരുമേനി അത് പറഞ്ഞപ്പോൾ വിറക്കുന്ന കൈകളോടെ ജീൻ വാൾജിൻ അത് ഏറ്റുവാങ്ങുന്നു. സന്തോഷത്തോടെ, തുറന്ന മനസ്സോടെ തിരുമേനി അതിങ്ങനെ കൈമാറുന്നു, നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ കൈമാറ്റം കഴിഞ്ഞപ്പോൾ തിരുമേനി ചോദിച്ചു, ജീൻ വാൾജിൻ, നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായോ? ഈ മണ്ടന്, കള്ളന് അത് വല്ലതും അറിയോ? അവൻ മിണ്ടാതിരിക്കുകയാണ്. എന്റെ കൈകളിൽ നിന്ന് ആ വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകൾ നീ കൈയേൽക്കുമ്പോൾ നീ എന്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയായിരുന്നു, എനിക്കൊരു പ്രതിജ്ഞ നൽകുകയായിരുന്നു, മേലാൽ ഞാൻ മോഷ്ടിക്കില്ല. ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്നതല്ലേ? അവസാനം അദ്ദേഹം മേയറാവുന്നു. ഇയാളുടെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പോലീസുകാരന്റെ വിക്രികൾ ഇങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ പോലെ വായിച്ചു പോകാൻ കഴിയുന്ന പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ 1925 മലയാളത്തിൽ ആദ്യമായി തർജ്ജമ ചെയ്തു വരുന്നത്. വായിക്കണ്ടേ ഇത്? ഈ പാവങ്ങൾ വായിക്കാതെ നമുക്ക് സാഹിത്യം വായിച്ചു എന്ന് പറയാൻ കഴിയുമോ? റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയാണ് ടോൾസ്റ്റോയ് എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞ? സഹാവ് ലെനിൻ. റഷ്യൻ വിപ്ലവത്തിന്റെ പിതാവെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സഹാവ് ലെനിൻ റഷ്യൻ സാഹിത്യകാരൻ ടോൾസ്റ്റോയ് വിശേഷിപ്പിച്ചത് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് വാർ ആൻഡ് പീസ്. വായിക്കണ്ടേ? ഇയാള് പഴഞ്ഞ വന്നിരുന്ന പഴയ നോവലുകൾ പറയുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷെ ഒരു വായനക്കാരൻ, അത് പുതിയ തലമുറയിലെ വായനക്കാരനായാലും ലോകത്തിൽ വായിച്ചിരിക്കേണ്ട ക്ലാസിക്കുകൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, പാവങ്ങൾ വായിക്കണം. യുദ്ധവും സമാധാനം, വാർ ആൻഡ് പീസ് വായിക്കണം. ദോസ്തോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റ്, കുറ്റവും ശിക്ഷയും വായിക്കണ്ടേ? ദോസ്തോവ്സ്കിയുടെ കരമസോ ബ്രദേഴ്സ് അത് വായിക്കണ്ടേ? ഇതൊക്കെ വായിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഓരോ പുസ്തകങ്ങളും 100-200 പേജല്ല, 2000-3000 പേജുകളാണ്. മനഃശാസ്ത്രപരമായി ആളുകളുടെ വിശകലനം ചെയ്തുകൊണ്ട് ദോസ്തോവ്സ്കി നടത്തിയ നോവൽ എഴുത്തുകൾ. മൈക്കൽ ഷോളക്കോവിന്റെ ഡോൺ ശാന്തമായി ഓതുന്നു. വിമൽ മിത്രയുടെ നോവലുകൾ, തകഴിയുടെ കയർ, വിലാസിനിയുടെ അവകാശികൾ,
ഇതെല്ലാം ഞാനീ പറഞ്ഞ നോവലുകളെല്ലാം 100-200 പേജുകളല്ല, ആയിരക്കണക്കിന് പേജുകൾ വരുന്ന പുസ്തകങ്ങളാണ്. ഇതൊക്കെ വായിച്ചാലല്ലേ നമുക്ക് വായന പൂർണ്ണമായി എന്ന് പറയാൻ കഴിയൂ. ഇന്നത്തെ തലമുറ എടുത്തു നോക്കിയാൽ ഒരുപാട് പുതിയ എഴുത്തുകാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ എഴുത്തുകാർ വരികയാണ്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു തരംഗമായി മാറിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഹാരി പോട്ടറുടെ പുസ്തകങ്ങൾ. JK റോളിംഗ്, ഹാരി പോട്ടർ 12ഓളമായി. അതേ ആദ്യമായി ഒരു പുസ്തകം എഴുതി പ്രസാധകരെ അടുത്ത് കൊണ്ടുപോകുന്നു. 12ഓളം വരുന്ന പ്രസാധകന്റെ അടുത്ത് ഈ ഹാരി പോട്ടറിന്റെ ആദ്യത്തെ സീരിയൽ വായിച്ചെല്ലുമ്പോൾ അവരെല്ലാം കൊട്ടി അടക്കുകയാണ്. നിന്റെ പുസ്തകം എന്താ യോഗ്യതയില്ല, ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിറ്റടിച്ച പുസ്തകമായി ഈ ഹാരി പോട്ടർ മാറിയില്ലേ? അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാർ ആദ്യ തലമുറ വൈക്കം മുഹമ്മദ് ബഷീറും PK സേതുവും SK പൊറ്റക്കാടും, അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു തലമുറ വന്നില്ലേ? OV വിജയനും M മുകുന്ദനും സേതുവും കാക്കനാടനും ഇങ്ങനെ വന്നില്ലേ 70കളിൽ? അതും കഴിഞ്ഞ് ബെന്യാമനെ പോലുള്ള എഴുത്തുകാർ വന്നില്ലേ? ഇന്ന് KR മീര എന്ന് പറയുന്ന എഴുത്തുകാരുടെ പ്രസിദ്ധമായ നോവലുകൾ, അത് ഘാതകനായാലും ആരാചാരായാലും എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമല്ലേ? അരുന്ധതി റോയിയുടെ പുസ്തകങ്ങൾ ആരെങ്കിലും തള്ളിക്കളയുന്നുണ്ടോ? ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം അടക്കം. ഇതെല്ലാം പുതിയ തലമുറയും പഴയ തലമുറയും ഇതിന്റെ എല്ലാം പിന്നാലെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ വായനയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ നിരന്തരം പുസ്തകശാലകളിൽ കയറിയിറങ്ങുന്നൊരു ഗ്രന്ഥശാല പ്രവർത്തകനാണ്. കാശുണ്ടെങ്കിൽ പുസ്തകങ്ങൾ കണ്ടാൽ വായിക്കും. ഇപ്പോൾ ഗ്രന്ഥാലയങ്ങളിൽ അത് DC ബുക്സ് ആയാലും മലയാളത്തിലെ കറണ്ട് ബുക്സ് ആയാലും മാതൃഭൂമി ബുക്സ് ആയാലും ആ ബുക്ക് സ്റ്റാളുകളിലെല്ലാം ഇന്നിപ്പോൾ കാണുന്ന പുതിയ ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഫിക്ഷന്റെ നോവലുകളാണ്, ക്രൈം നോവലുകളാണ്. ഒരു കാലത്ത് കോട്ടയം പുഷ്പനാഥ് മാത്രം എഴുതിയിരുന്ന ഡിറ്റക്റ്റീവ് നോവലുകൾ ഇന്നത്തെ നൂതനങ്ങളായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ രൂപങ്ങളിൽ വരികയില്ലേ? അതൊക്കെ വായിക്കണ്ടേ? വായന ഒരു വിരസതയായി മാറുന്ന പഴയ വായനക്കാർക്കും പുതിയതായി വായിക്കുന്ന ആളുകൾക്ക് ഒരാവേശമായി മാറാനും ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ, ഒരുപക്ഷെ സയൻസ് ഫിക്ഷൻ വായിക്കേണ്ടി വരും. ചൂടപ്പം പോലെ വിറ്റടിക്കുന്ന പുസ്തകങ്ങൾ ചൂടപ്പം പോലെ നമുക്കും വായിച്ചു തീർക്കാൻ കഴിയുന്നതല്ലേ? ആരാചാര് വായിച്ചതിന്റെ വേഗതയിൽ ഒരുപക്ഷെ ഘാതകർ വായിച്ച് തീർക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതിന്റെ സ്ഥാനത്ത് ഞാരുടെയും പേര് പറയുന്നില്ല, പുതിയ എഴുത്തുകാരുടെ ക്രൈം നോവലുകളും സയൻസ് ഫിക്ഷൻ നോവലുകളും വായിച്ചു തീർക്കാനാവും. അപ്പൊ വായന എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്. ആ വായന പരിപോഷിപ്പിക്കാൻ, പ്രസാധകരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരുടെ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന അതിന്റെ അവകാശത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ, അതിനുവേണ്ടിയാണ് 1995 മുതൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ വേൾഡ് ബുക്സ് ഡേ ആചരിച്ച് വരുന്നത്. ഗ്രന്ഥശാല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, സ്വകാര്യമായി ഒരു ഗ്രന്ഥശാല ഒരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് സന്തോഷകരമായ ജീവിതത്തെ നിഷേധിക്കലെന്ന് ആരോ പറഞ്ഞു വെച്ചത് ഞാൻ ഓർക്കുകയാണ്. ആരാന്ന് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. ഒരു സ്വകാര്യ ഗ്രന്ഥശാല ഒരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ജീവിതത്തെ നിഷേധിക്കലാണ്. എത്രമാത്രം ശരിയെന്ന് നോക്കണം. ആഹാരം കഴിച്ചില്ലെങ്കിലും വസ്ത്രം വാങ്ങിയില്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം വാങ്ങിക്കാൻ നമ്മളെപ്പോലുള്ള ആളുകൾ കാണിക്കുന്ന തിടുക്കം, വെപ്രാളം എന്ന് പറഞ്ഞാൽ വളരെ വലുതല്ലേ? പുസ്തകശാലയിൽ കയറി ഏറ്റവും അവസാനം ഞാൻ കയറി 5 ദിവസമായുള്ളൂ. കറണ്ട് ബുക്സിലും DC ബുക്സിലും ഉണ്ട്. കയറിയപ്പോൾ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ നടരാജ ഗുരുവിനെ സംബന്ധിക്കുന്ന ലേറ്റസ്റ്റ് പുസ്തകവും, ഞാൻ ഒരു ബുക്സ് ശാലയിൽ കയറിയാൽ ആദ്യം നോക്കുന്നത് അതിന്റെ പേജാണ്. ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് എഡിഷൻ എന്നാണ്, 26 മാർച്ച് മാസം. അപ്പൊ നമ്മൾ വാങ്ങിയില്ല, വാങ്ങണം.
പൈസ തികയുന്നില്ല. പുസ്തകം വായിക്കാൻ പൈസ തികയാത്തത് കൊണ്ട് അതിൻ്റെ പഴയകാല മാനേജറെ വിളിച്ച് ശുപാർശ നടത്തി പുസ്തകം വാങ്ങിക്കുകയാണ്. അതൊരു ഭ്രാന്തല്ലേ? സ്വകാര്യമായ ഒരു ലൈബ്രറി ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ നടുക്കാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ സ്വകാര്യമായ ഒരു ഗ്രന്ഥശാല ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷകരമായ ജീവിതത്തെ നിഷേധിക്കലാണ്, അത് വേണ്ടാന്ന് വെക്കലാണ്. ആ തരത്തിൽ വായനയ്ക്ക് എന്തെന്നില്ലാത്ത പ്രാധാന്യമുണ്ട്. ആ വായന പരിപോഷിപ്പിക്കണം. ആ വായന അടക്കം പരിപോഷിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഓർമ്മകൾ നിലനിൽക്കൂ. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയോജനങ്ങളുടെ എണ്ണം ജനസംഖ്യയിൽ 20% വയോജനങ്ങളാണ്. അടുത്ത വർഷമാകുമ്പോൾ അത് 25% വയോജനങ്ങളാവും. വന്ധ്യ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ എബോവ് 80+ അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 60, 70, 80 കഴിഞ്ഞ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓർമ്മ നിൽക്കുന്നില്ല. അത് നിലനിർത്തണമെങ്കിൽ കവിതകൾ വായിക്കണം. ആ വായിക്കുന്ന കഥകൾ മനസ്സിൽ ചൊല്ലണം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി നമ്മൾ പണ്ട് പഠിച്ചതല്ലേ, അത് വല്ലപ്പോഴും ഒന്നിരുന്ന് ചൊല്ലി നോക്കണം. പണ്ട് പഠിച്ച ഈശ്വര പ്രാർത്ഥനകൾ, നമ്മൾ സ്കൂളുകളിൽ പഠിച്ചു വന്ന പദ്യശകലങ്ങൾ, നമ്പ്യാരുടെ കവിതകൾ, കുഞ്ഞൻ നമ്പ്യാരുടെ കവിതകൾ, കുമാരനാശാന്റെ കവിതകൾ, ഇതൊക്കെ വായിച്ചു നോക്കേണ്ടതാണ്. വായിച്ചു നോക്കി വീണ്ടും 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 ചൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാൽ നമ്മുടെ തലച്ചോറിൽ എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തനമില്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനമില്ലാത്ത മേഖലയിലടക്കം രക്തചംക്രമണം നടക്കുകയും നമ്മുടെ തലച്ചോറ് വികസിക്കുകയും നമ്മുടെ ഓർമ്മ പഴയതുപോലെ നിലനിൽക്കുകയും ചെയ്യും. അതൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വായനയ്ക്കാണ്. ആ വായന ഇനിയും നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, മാനസികമായ വളർച്ചയ്ക്ക്, മാനസികമായ ഉന്നതിക്ക് കൂടിയേ മതിയാവൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ തലമുറ, പഴയ തലമുറയും പുതിയ തലമുറയും തിരിയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.